അമ്മമാരുടെ ബോൺ ഹെൽത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം, അതിനെ 3 ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ ജി, ഓർത്തോ സർജനാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡിൽ നമുക്ക് നോർമലായിട്ട് വേറെ അസുഖങ്ങൾ, ഡയബറ്റീസ്, കിഡ്നി പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നോർമലായിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. രാവിലെ ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ലതാണ്. അതിൻ്റെ കൂടെ കടലക്കറിയോ മുട്ടക്കറിയോ ഇലക്കറികളോ എല്ലാം കഴിക്കാം. അത് കഴിഞ്ഞൊരു ഗ്ലാസ് പാല് കുടിക്കാം, മുട്ട കഴിക്കാം, ലഞ്ചിന് വേണ്ടി ചോറ്, മീൻകറി എല്ലാം വളരെ നല്ലതാണ്, ചിക്കൻ കറി അതെല്ലാം കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, പിന്നെ ക്യാരറ്റ്, കുക്കുംബർ അതേപോലത്തെ വെജിറ്റബിൾസ് കഴിക്കാം. രാത്രി ഡിന്നറിനകത്ത് നിങ്ങൾക്ക് ചപ്പാത്തിയോ ഓട്സോ അതിൻ്റെ കൂടെ ഇതേപോലെ മീനോ ഇറച്ചിയോ മുട്ടയോ വെജിറ്റബിൾസോ എല്ലാം ഉൾപ്പെടുത്തുക. അപ്പോൾ എല്ലാ ഫുഡും ഒരു അളവിന് കഴിക്കുക, കൂടുതലാകാതിരിക്കുക. കൂടുതലായാൽ ഒന്നും നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സാണ്. അതെല്ലാം നിങ്ങൾക്ക് ഫുഡിൽ ആഡ് ചെയ്യാം. ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ലൈഫ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം ആക്റ്റീവായി നടക്കാൻ പോകുക, സൈക്ലിംഗ് ചെയ്യുക, ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾ റെഗുലറായിട്ട് എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം ചെയ്യുക. അപ്പോൾ അതെല്ലാം കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ടും ചിലർക്ക് ബോണിൽ കാൽഷ്യം കുറയാറുണ്ട്. അവർക്ക് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് വേണ്ടി വരാറുണ്ട്. ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള അസുഖമുള്ളവരാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ചില മെഡിസിൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടുകയാണ്, പല ജോയിൻറ്റുകളിലൊക്കെ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഓർത്തോ ഡോക്ടറെ കണ്ട് അതിനുള്ള കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് പുതിയ യൂസ്ഫുൾ ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.